നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഞാൻ എന്താ കുടിക്കുന്നത്? വളരെ സിമ്പിളായിട്ടൊരു സാധനമാണ്. നമ്മുടെ കുടവേർ കുറയ്ക്കാനും ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാനുമായിട്ടുള്ള ഒരു സിമ്പിൾ മാർഗ്ഗമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കുടംപുളിയിട്ട് ഉണ്ടാക്കുന്നത്. അത് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല ഉഷാറാണല്ലോ. ഇന്ന് നമ്മൾ യുവാക്കൾക്കിടയിലും അല്ലെങ്കിൽ യുവതികൾക്കിടയിലും മധ്യവയസ്കർക്കിടയിലും എല്ലാം പ്രശ്നമാക്കുന്ന മെയിൻ ഒരു കാര്യമാണ് കുടവയർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ കുടവയറിനെ നമ്മൾ സ്വന്തമായിട്ട് വിളിച്ചു വരുന്നതാണ്. മറ്റൊന്നുപോലെ അമിതമായിട്ട് ആഹാരം കഴിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ കുടവയർ എന്ന് പറയുന്നത്. എന്തായാലും ഈ കുടവയറിനെ നമുക്ക് ഒരാഴ്ച കൊണ്ട് മാറ്റിയെടുക്കുന്ന സിമ്പിൾ മാർഗ്ഗമാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. അതായത് മെയിൻ കറിയിലൊക്കെ ഇടുന്ന കുടംപുളി. അതുകൊണ്ട് മെയിൻ കറിയിലൊക്കെ ഇടാൻ വേണ്ടി മാത്രമുള്ളതല്ല കുടംപുളി, അതിന് മറ്റു പല ഉപയോഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഈ എപ്പിസോഡിന്റെ മറ്റൊരു പ്രധാന കാര്യം കൂടെ. ഓക്കെ ഗൈസ്, എന്തായാലും ഈ കുടംപുളി ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുടവയർ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ ചാനലായ ജോബി വയലങ്ങൽ സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതിനുവേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറ്റൊന്നുമല്ല നമ്മുടെ കുടംപുളിയാണ്. നമ്മൾ സാധാരണ മീനൊക്കെ കറി വെക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം കുടംപുളി. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുടവേർ കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്ന് ഉണ്ടാക്കുന്നത്. ഇനി എന്താണ് അതിന് നമുക്ക് ആവശ്യമുള്ളത്? ഒരല്പം ഇത്രത്തോളം ഒരു ചെറിയ അല്ലി, ഇത്രത്തോളം ചെറിയ അല്ലി നമുക്ക് അതിൽ തന്നെ എടുക്കാം. അതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിക്കാം. ഒരല്പം വെള്ളം ഇത്രത്തോളം. അതിനുശേഷം നമുക്കിത് ഒരു 15 to 20 മിനിറ്റ്സ് ഇതേപോലെ തന്നെ സൂക്ഷിക്കാം. 15 to 20 മിനിറ്റ്സ്. കാരണം വെച്ചാൽ ഈ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ ഇത് അല്പം ഒന്ന് ശരിക്കും ഡിസോൾവ് ആവും ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ കുടംപുളിയുടെ നിറം ഓൾറെഡി തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനുശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 2 ഗ്ലാസ്. ഇനി ഈ വെള്ളം ശരിക്ക് തിളയ്ക്കണം. ശരിക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ ഒരു നമ്മുടെ പുളി, അതായത് കുടംപുളിയുടെ ആ വെള്ളവും കുടംപുളിയും കൂടെ നമുക്ക് ഒഴിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തിളക്കുക. ഓക്കെ, 5 മിനിറ്റ് തിളക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിനകത്ത് വരണം. സോ 5 മിനിറ്റ് ശരിക്കും ബോയിൽ ചെയ്യുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ വെള്ളം നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് നേരെ മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം, അരിച്ചു മാറ്റാം. എന്തായാലും ഞാനിത് ശരിക്കും ചൂട് പോയിട്ടില്ല. നിങ്ങളിത് ചെയ്യുമ്പോൾ ശരിക്കും ചൂട് പോയിട്ട് ചെയ്യുക. ഇതിപ്പോൾ വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ശരിക്കും അരിച്ചെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുടവേർ മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം പൂർണ്ണമായിട്ടും കുറയ്ക്കുന്നത്, അതായത് വെയിറ്റ് കുറയ്ക്കുന്നതിനും നമുക്ക് ഈ ഒരു മരുന്ന് കൊണ്ട് ഗുണമുണ്ട്. ഇത് ഉപയോഗിക്കേണ്ടതും വളരെ സിമ്പിളാണ്. രാവിലെയും രാത്രിയിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കുടിക്കുക, 1 ഗ്ലാസ് കുടിക്കുക. അതോടൊപ്പം തന്നെ രാത്രിയിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് കുടിക്കുക. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കുടവേറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വണ്ണവും പൂർണ്ണമായിട്ടും മാറിക്കൊള്ളും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മരുന്ന് റെഡിയാണ്. കുടംപുളി ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മരുന്ന് റെഡിയാണ്. നമുക്കിത് ഒരു ദിവസം, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ദിവസം 2 ടൈമും നമുക്കിത് ഉപയോഗിക്കാം. അതായത് രാവിലെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇത് കുടിക്കുക, അതിനുശേഷം രാത്രിയിലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുടിക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കുടവേർ കുറയും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റും കുറയ്ക്കാൻ വളരെ ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് നോക്കാമെന്നുള്ള വളരെ സിമ്പിളായ മാർഗ്ഗമാണ്. ഒരു തരത്തിലും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു വെരി മച്ച്. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.